പേര് അമല. ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2023 ഉടമ്പടി എടുക്കുന്നത്. അന്നേരം എനിക്ക് ഉടമ്പടി യാതൊരു വിശ്വാസവും ഇല്ല. കൃപാസന മാതാവിനെ എതിർത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. മാതാവുമായിട്ട് ഈ ഉടമ്പടിയുടെ ഒരു ആവശ്യമില്ല, നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റും, നമ്മുടെ അമ്മയാണ്. അങ്ങനെയാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം എനിക്കൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പം എല്ലാവരും ഒറ്റപ്പെടുത്തി, ഞാൻ ഒറ്റയ്ക്കായി പോയൊരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നു. അന്നേരം ഞാൻ മമ്മിയോട് പറഞ്ഞു എനിക്ക് ഉടമ്പടി എടുക്കണം എന്നും പറഞ്ഞ് ഞാനിവിടെ വന്നു. ഇവിടെ വന്ന അന്ന് തന്നെ ഇവിടെ വന്ന ഒരു വിശ്വാസം ഇല്ലാതെയാണ് ഞാൻ വന്നത്. കാരണം എനിക്ക് പ്രാർത്ഥനയില്ല, എല്ലാ വിശ്വാസവും പോയാണ് ഞാൻ വന്നത്. പ്രാർത്ഥന ചെല്ലാറില്ല, കൊന്ത ചെല്ലാറില്ല, പള്ളിയിൽ പോകാറില്ല, കുമ്പസാരിക്കാറില്ല, അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യാറില്ല. അങ്ങനെ വന്നിട്ട് ഞാനിവിടെ വന്നു. ആദ്യം ഉടമ്പടി എടുത്തു. അവിടെ പോയി ഞാൻ ശ്രദ്ധിക്കുന്നില്ല, ഒരു കാര്യം അച്ഛൻ പറയുന്ന ഒരു കാര്യവും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, വെറുതെ ഇരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് എനിക്ക് ഇതിൽ പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തൈലം കിട്ടിക്കഴിഞ്ഞ് ഞാൻ എടുത്തപ്പം എനിക്ക് സുഗന്ധം വന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ആരെങ്കിലും സ്പ്രേ അടിച്ചതായിരിക്കും. എൻ്റെ അടുത്ത് അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല, കാരണം ഞാൻ അത്രയും നല്ല ഒരാളല്ല, എല്ലാ പോക്കൃത്തട്ടും കാണിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരിക്കലും എൻ്റെ അടുത്ത് വരില്ല എന്ന് പറഞ്ഞു. ഞാനിവിടെ നിന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അഖണ്ഡ ജപമാല എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് ഒരിക്കലും ചെല്ലാൻ പറ്റില്ല. ഒരു കൊന്ത പോലും ചെല്ലാത്ത ഞാൻ അഖണ്ഡ ജപമാല ചെല്ലാൻ തുടങ്ങി. ഒരു ദിവസം ഒരു അഖണ്ഡ ജപമാല എന്തായാലും ഞാൻ ചെല്ലിയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊന്ത കെട്ടി ഞാൻ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി. കൊന്ത കെട്ടാൻ എനിക്കറിയത്തില്ല. യൂട്യൂബ് നോക്കി ഞാൻ മുത്തും ഇതെല്ലാം മേടിച്ച് കൊന്ത കെട്ടി പാവങ്ങൾക്കെല്ലാം കൊന്ത കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വയറ്റിലൊരു മുഴ വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ മമ്മിയോട് പറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ വേണ്ട, അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്കൊരു വിശ്വാസത്തിന് തന്നത്. ഇത് ഞാൻ ചോദിച്ച് മേടിച്ചതാണ് എനിക്കിത്. അത് അമ്മ മാതാവിൻ്റെ എണ്ണ തേക്കുന്നത് വഴി, തൈലം തേക്കുന്നത് വഴി എന്തായാലും പൂർണ്ണമായിട്ട് മാറുമെന്ന് പറഞ്ഞ് അടുത്ത സ്കാനിങ്ങിന് ചെന്നപ്പോൾ അവിടെ ഒരു മുഴയുടെ സ്ഥാനത്തൊരു പാടുപോലും ഇല്ലായിരുന്നു. അത് ഡോക്ടർ പറഞ്ഞു അവിടെ ഒന്നും കാണാനില്ല, അപ്പോൾ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് പോന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ മൂക്കിനൊരു വളവുണ്ടായിരുന്നു, അതിൻ്റെ ദശ വളരുന്നുണ്ട്. അവിടെ ഞാൻ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ച്, അതിലെനിക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല, ഒരു മൂക്കിൽ കൂടെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അത് പ്രാർത്ഥിച്ച് എൻ്റെ ഫ്രണ്ടും എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അത് പ്രാർത്ഥിച്ച് പൂർണ്ണമായിട്ട് എനിക്ക് മാറി. എനിക്ക് ശ്വാസം ശരിക്കും എടുക്കാൻ പറ്റുന്നുണ്ട്. ആ അസ്വസ്ഥത മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ വലിയ ആശ്വാസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പത്രം കൊടുക്കാൻ പോയപ്പോൾ ഒരു അമ്മച്ചി അവിടെ ഉണ്ടായിരുന്നു. ആ അമ്മച്ചിയുടെ കാല് മൊത്തം വ്രണമായിട്ട് പഴുത്ത് ഇങ്ങനെ ഇരിക്കുക. എന്നെ സംബന്ധിച്ച് ഒരിക്കലും അമ്മച്ചിയുടെ കാലം ഞാൻ തൊടത്തേയില്ല, കാരണം ഒരു വീട്ടിലും പോയി അങ്ങനെ ഞാൻ ചെയ്യാറില്ല. അവിടെ ചെന്നിട്ട് ഞാൻ അമ്മച്ചിയുടെ കാല് നീട്ടി എൻ്റെ കയ്യിലിരുന്ന തൈല് ഞാൻ അമ്മച്ചിയുടെ കാലെ തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചി പിന്നെ ഞങ്ങളിങ്ങ് പോന്നു. അത് കഴിഞ്ഞ് പിറ്റേ ആഴ്ച ഞാൻ ചെല്ലുമ്പോൾ അമ്മച്ചി ഞങ്ങളെ നോക്കിയിരിക്കും. അമ്മച്ചി ഞങ്ങളെ കരഞ്ഞുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു എൻ്റെ കാല് സുഖം പ്രാപിച്ചു, ഒരു പാടുപോലും ഇല്ല അമ്മച്ചിയുടെ കാലയിൽ. അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങോട്ട് വരുന്നോ, ഞങ്ങൾ കൊണ്ടുവന്നാൽ വരുമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു ഓക്കെ ഞങ്ങൾ സാക്ഷ്യത്തിൽ പറഞ്ഞോളാം, അമ്മച്ചി എവിടെ നിന്ന് കേട്ടാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ പത്രം എല്ലാം കൊടുക്കും. കുറച്ച് നേരം അമ്മച്ചിയുടെ അടുത്ത് നിന്ന് വർത്താനം പറയും. എന്നിട്ട് ഞങ്ങളിങ്ങ് പോന്നു. അത് കഴിഞ്ഞിട്ട് കടയിൽ എനിക്കൊരു ഷോപ്പാണ്. അപ്പോൾ കടയിലൊരു ചേച്ചി വന്നിട്ട് കൃപാസന മാതാവിൻ്റെ രൂപം കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഒരു ഉടമ്പടി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്. ആ ചേച്ചി ഉടനെ പൊട്ടിക്കരഞ്ഞിട്ട് എൻ്റെ അടുത്തിട്ട് പറഞ്ഞു എനിക്ക് കൊച്ചിനോട് സംസാരിക്കണം, എനിക്ക് വേണ്ടിയിട്ട് മാതാവിനോടൊരു എൻ്റെ ഇത് വെക്കാവോ എന്ന് ചോദിച്ചു. ചേച്ചിയുടെ മകന് തെറ്റായൊരു കൂട്ടുകെട്ടിലായിരുന്നു, +2 ആ കൊച്ച് പഠിക്കുന്നില്ല, ഒന്നിനും പോകുന്നില്ല, വീട്ടിലെ താമസിച്ച് ലേറ്റായിട്ടാണ് കൊച്ച് വരുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളായപ്പോൾ ആ ചേച്ചി എന്നോട് ചോദിച്ചു. ഞാനത് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു. ആ കൊച്ച് വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ക്ഷമയെല്ലാം പറഞ്ഞ് ആ കൊച്ചിന് ഉടമ്പടി ഇവിടെ വന്നു. അമ്മയെ കൂട്ടി വന്ന് ആ ചേച്ചി ഉടമ്പടി എടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു, കുറച്ച് കഴിയുമ്പോൾ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യമായിരുന്നു എൻ്റെ കല്യാണത്തിന് നമ്മൾ ആരെ സെലക്ട് ചെയ്യണമെന്ന് നമുക്ക് ഒരിക്കലും അറിയില്ലല്ലോ, കാരണം ഞാൻ എങ്ങനെയായിരുന്നെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ പ്രാർത്ഥിക്കും, പക്ഷെ എനിക്ക് വരുന്നവരെ ഒന്നും തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം 32ാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം നടക്കുന്നത്. അപ്പം ഞാൻ അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ എനിക്ക് 17-ന് ഒരു ഡേറ്റ് തന്നു. 17-ന് ഒരു വരും ഡേറ്റ് അച്ഛനോടൊന്ന് സംസാരിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞാൻ ആദ്യം 17-ന് വെക്കില്ലായിരുന്നു, പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ 17-ന് ഒരു ഡേറ്റ് വെക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു നിനക്ക് ഒട്ടും വിശ്വാസമില്ല, നീ മാതാവിനോടൊരു അടയാളം ചോദിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു ബ്ലൂ കളറ്, മാതാവിൻ്റെ കളറായ ബ്ലൂ കളറാണല്ലോ. അപ്പോൾ ആദ്യമായിട്ട് എന്നെ പെണ്ണ് കാണാൻ വരുമ്പോൾ ബ്ലൂ ഷർട്ട് ഇട്ടുകൊണ്ടാണ് ആൾ വരുന്നത്. അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു എനിക്ക് ഇയാൾ മതി, മാതാവ് എനിക്ക് കൊണ്ടുതന്ന, കാരണം വേറൊന്നും എനിക്ക് നോക്കണ്ട, ആളുടെ സ്വഭാവം എന്തായാലും ഞാൻ കണ്ടുപിടിക്കുന്നതിനെക്കാട്ടും നല്ലതായിരിക്കും എന്നെനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഇയാളെ സെലക്ട് ചെയ്തു. കറക്റ്റ് എൻ്റെ എൻഗേജ്മെൻറ്റ് 17 അച്ഛൻ തന്ന ഡേറ്റിലായിരുന്നു എൻ്റെ എൻഗേജ്മെൻറ്റ് നടക്കുന്നത്. അങ്ങനെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങൾ വീടുകൾ തോറും ഇറങ്ങി
പത്രം കൊടുത്തുകൊണ്ടിരുന്നേ. ചില വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെ ആട്ടി ഓടിക്കും, തെറി വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ മാതാവിന് നന്ദി പറയും, മാതാവ് ഇവിടുന്ന് ഞങ്ങൾക്ക് തെറി കിട്ടി. അപ്പം മാതാവ് ഞങ്ങളെ ഒരു തവണ അനുഗ്രഹിച്ച്, ഓരോ തെറി കിട്ടുമ്പോഴും ഞങ്ങൾ പറയും, ഞങ്ങളെ ഓരോ തവണ അനുഗ്രഹിച്ചതായിട്ട് പറയും. ഞങ്ങളുടെ കയ്യിൽ ഒരു 5 രൂപ എടുക്കാൻ കാണില്ല, ചിലപ്പോൾ 200 രൂപ കാണുള്ളൂ. ആരെങ്കിലും ഞങ്ങളോട് വഴി വെച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 200 രൂപ കൊടുക്കും. ചിലപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകുന്ന ഫുഡ് വരെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതല്ലാതെ അനാഥാലയത്തിൽ ചെന്നിട്ട് അമ്മച്ചിമാരെ അപ്പച്ചമാരെ വർത്താനം പറയാറുണ്ട്. അവർക്ക് ഡ്രസ്സ് ഞങ്ങൾ തന്നെ തയ്ച്ച് കൊടുക്കും. പിന്നെ ക്രിസ്മസ് അങ്ങനെയുള്ള സ്പെഷ്യൽ ദിവസങ്ങളിൽ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി വഴിയോരത്തിരിക്കുന്ന അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ ക്യാൻസർ പേഷ്യൻ്റ് അവർക്കും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. ഇവിടെ വന്ന് എനിക്കിത് പറയാൻ പറ്റുമെന്ന് എനിക്ക് ഒട്ടും എനിക്ക് മൈക്ക് ഭയങ്കര പേടിയാണ്. ഇവിടെ വന്ന് ഇത്രയും പറയാൻ എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 41 വാക്യങ്ങൾ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്ത്യനുള്ളവരാകയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്കൊരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അമല തോമസ് പാല അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ സാക്ഷ്യം പറച്ചിലിൽ മനസ്സിലായൊരു കാര്യം എന്ന് പറയുക, നേരിട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞാൽ പോരെ, പിന്നെ എന്തിനാണ് ഉടമ്പടി എന്നുള്ളൊരു ചിന്ത ഈ മകളുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ജീവിതത്തിൽ കടന്നു വന്നൊരു പ്രതിസന്ധി, എന്നാൽ അത് ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് അത് ക്രമപ്പെടുത്തിയപ്പോൾ അത് പൂർണ്ണമായിട്ടും ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം രോഗസൗഖ്യം തന്നെയാണെങ്കിലും, വയറ്റിലുണ്ടായ മുഴയാണെങ്കിലും, മൂക്കിലെ ദശ വളരുന്നതും അത് മറ്റു ഓപ്പറേഷനോ മരുന്നുകളുടെയോ സഹായമില്ലാതെ കണ്ട് ഉടമ്പടി നിറച്ച വസ്തുക്കളോട് ചേർന്നുള്ള ഉറച്ച വിശ്വാസം അധികം ആൾക്ക് പൂർണ്ണമായിട്ട് സുഖമാകുകയൊക്കെ ചെയ്ത്, അതോടൊപ്പം തന്നെ തൻ്റെ വിവാഹവും അതിവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും അവിടെയും സംശയത്തോടു കൂടിയാണ് കടന്നു പോകുക. 17 എന്ന സംഖ്യ മാത്രമേ അച്ഛൻ പറഞ്ഞുള്ളൂ എന്നുള്ള ചിന്തയോടെ കടന്നു പോകുന്നത്. എന്നാൽ ഈ മകളുടെ പരിശുദ്ധമ്മയോടുള്ള ചേർന്ന് നിൽക്കൽ, മാതാവിൻ്റെ ഒരു അടയാളം എന്നെ കാണാൻ വരുന്ന ജീവിത പങ്കാളിക്കുണ്ടാകണമെന്നുള്ളൊരു സൂചനയും പരിശുദ്ധ അമ്മ തൻ്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുവാനായിട്ട് അത് കാട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്തു. അതോടൊപ്പം തന്നെ വിവാഹം നടന്നത് തന്നെ ജോസഫ് അച്ഛൻ പറഞ്ഞ അതേ ഡേറ്റിൽ തന്നെയായിരുന്നു. പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയിലാണ് ഈ മകളുടെ ജീവിതമെന്ന് നമുക്ക് ഈ മകളുടെ വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ മകളുടെ ശുശ്രൂഷ ജീവിതമാണെങ്കിലും ചില ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് അറപ്പ് കാട്ടിയെങ്കിലും, എന്നാൽ അത് പരിശുദ്ധമ്മയോട് ചേർന്നുകൊണ്ടും ഉടമ്പടിയോട് ചേർന്നുകൊണ്ടും തൻ്റെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഒരു അമ്മയുടെ കാല് തേച്ചു കൊടുക്കുകയും ആ അമ്മയ്ക്ക് സുഖം പ്രാപിക്കുകയും ചെയ്തത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടുള്ള ജീവിതം തന്നെയാണ്. ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പൂർണ്ണമായ സംരക്ഷണം ഉണ്ടാകട്ടെ എന്നും ഇനിയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണ സാക്ഷിയായിട്ട് ജീവിക്കുവാൻ ഈ മകൾ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം ഈ സാക്ഷ്യം കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളും ആവശ്യങ്ങളും എല്ലാവിധമായ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണ സാക്ഷിയായിട്ട് മാറാൻ നമ്മളെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.